പ്രിയ ദൈവജനമേ, ആഗമനകാലത്തിൻ്റെ 20-ാം ദിവസമായ ഇന്ന് കർത്താവിൻ്റെ പിറവിക്കായി നാം തയ്യാറെടുക്കുമ്പോൾ ക്ഷമാശീലം എന്ന പുണ്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. പാപത്തിൽ വീണ മനുഷ്യകുലത്തെ ഉടനടി ശിക്ഷിക്കാതെ അവർക്ക് രക്ഷകനെ നൽകാൻ നൂറ്റാണ്ടുകളോളം കാത്തിരുന്ന ദൈവത്തിൻ്റെ ക്ഷമ നാം മാതൃകയാക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹോദരങ്ങളുടെ കുറവുകളോടും വീഴ്ചകളോടും വിദ്വേഷം പുലർത്താതെ നമ്മളുടെ ജീവിത പങ്കാളിയോടെ അവർ വീഴ്ചകളും കുറവുകളുമൊക്കെ തിരിച്ചറിഞ്ഞ് വിദ്വേഷം പുലർത്താതെ 70 വട്ടം 7 പ്രാവശ്യം ക്ഷമിക്കണമെന്ന ക്രിസ്തുനാഥൻ്റെ വചനം നാം ഹൃദയത്തോട് ചേർക്കണം. ക്ഷമയെന്നത് കേവലം ഒരു ബലഹീനതയല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനുള്ള കരുത്താണ്. കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പുണ്യകാലം അവ പരിഹരിക്കാനും ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കാനുമുള്ള ഒരു സുവർണാവസരമാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും ഉചിതമായ ഒരുക്കം ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന പകയും വിദ്വേഷവും വെടിഞ്ഞ് മറ്റുള്ളവർക്ക് പൂർണ്ണ ഹൃദയത്തോടെ മാപ്പ് നൽകുക എന്നതാണ്. ക്ഷമിക്കുന്ന ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത് എന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന അനീതികളോട് ക്ഷമിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ മിശിഹായുടെ സഹനത്തിൽ പങ്കുചേരുകയാണ് പ്രിയ ജനമേ ചെയ്യുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ച യേശുനാഥൻ്റെ ആ വലിയ മാതൃക നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുണ്ടാകണം. പലപ്പോഴും നമ്മുടെ അഹങ്കാരമാണ് ക്ഷമിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നത്. എന്നാൽ വിനയമുള്ള ഹൃദയത്തിന് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കൂ. ഈ ആഗമനകാലത്ത് കർത്താവ് നമുക്ക് നൽകിയ പാപമോചനത്തെ ഓർത്ത് നന്ദി പറയുകയും കർത്താവിൻ്റെ അതേ കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകരാൻ പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന ഈഗോയെ ബലികഴിച്ച് സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയാൻ നമുക്ക് സാധിക്കണം. ക്ഷമിക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ ആത്മീയമായി ശുദ്ധീകരിക്കുകയും ലോകത്തിന് ക്രിസ്തുവിൻ്റെ പ്രകാശം പകരുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന ക്രിസ്മസ് നമുക്ക് കേവലം ഒരു ആഘോഷമല്ല, പ്രത്യുത ക്ഷമയിലൂടെ ലഭിക്കുന്ന ആത്മീയ ശാന്തിയുടെ വലിയ അനുഭവം കൂടിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.